അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. മാത്സിലെയും ഇംഗ്ലീഷിലെയും 20 മാർക്ക് വീതം നമ്മൾക്ക് തസ്തികയിലെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് PSC നൽകിയിരിക്കുന്നത്. ഇന്ന് പോലീസ് കോൺസ്റ്റബിളുടെ തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് IPCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ CRPC ഇങ്ങനെയുള്ള കുറച്ച് സെക്ഷൻസാണ് നമുക്കിവിടെ പറയാനുള്ളത്. നോക്കാം അവയേതാണ്. ആദ്യമായിട്ട് ഇന്ത്യൻ പീനൽ കോഡ് 1860 IPC 1860 IPC ആക്ട് പ്രകാരമുള്ള IPC സെക്ഷൻസാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ജനറൽ എക്സെപ്ഷൻസ് ഇൻ IPC നമുക്ക് എല്ലാ സെക്ഷൻസ് ഒന്നും പഠിക്കാനില്ല. നമുക്ക് IPCയിലെ ചില ജനറൽ എക്സെപ്ഷൻസ് ആണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ജനറൽ എക്സെപ്ഷൻസ് ഇൻ IPC. ആദ്യമായിട്ട് IPC സെക്ഷൻ 81 IPC സെക്ഷൻ 81 ആണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ആക്ട് ലൈക്ലി കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റൻറ്റ് ആൻഡ് ടു പ്രിവെൻറ്റ് അതർ ഹാം. മറ്റൊരു അപകടം തടയുന്നതിനോ അല്ലെങ്കിൽ ക്രിമിനൽ ഇൻറ്റൻഷനോട് കൂടിയല്ലാതെയോ നമ്മൾ ചെയ്യുന്ന കൃത്യത്തിനെയാണ് ഇവിടെ കൃത്യത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് സെക്ഷൻ 81 ചർച്ച ചെയ്യുന്നത്. അത് IPC സെക്ഷൻ 82 IPC സെക്ഷൻ 82 എന്താണ് പറയുന്നതെന്നാണ്. ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. അതായത് 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങളെയാണ് IPC സെക്ഷൻ 82 പ്രതിപാദിക്കുന്നത്. ദെൻ സെക്ഷൻ 83 IPC സെക്ഷൻ 83 ആക്ട് ഓഫ് എ ചൈൽഡ് എബവ് 7 ആൻഡ് അണ്ടർ 12 ഓഫ് ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ്. 7നും 12നും ഇടയ്ക്കുള്ള ഇമ്മച്വർ ആയിട്ടുള്ള കുട്ടികൾ ചെയ്യുന്ന ആക്ട് കൃത്യങ്ങളെയാണ് നമ്മളിവിടെ 83-ൽ ചർച്ച ചെയ്യുന്നത്. ദെൻ അടുത്തതായിട്ട് IPC സെക്ഷൻ 84 ആക്ട് ഓഫ് എ പേഴ്സൺ അൺസൗണ്ട് മൈൻഡ്. ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കൃത്യങ്ങളെയാണ് സെക്ഷൻ 84 നമുക്കിവിടെ പ്രതിപാദിക്കുന്നത്. അടുത്തതായിട്ട് IPC സെക്ഷൻ 85 ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ജഡ്ജ്മെൻറ്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് വിൽ. അതായത് മദ്യലഹരിയിൽ അയാൾക്ക് സ്വന്തമായിട്ട് ജഡ്ജ്മെൻറ്റ് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ചെയ്യുന്ന കൃത്യങ്ങളെയാണ് സെക്ഷൻ 85 പറയുന്നത്. സെക്ഷൻ 85 IPC സെക്ഷൻ 85 പറയുന്നത് മദ്യലഹരിയിൽ സ്വന്തമായിട്ട് ജഡ്ജ്മെൻ്റ് ഒന്നും നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരാൾ നടത്തുന്ന കൃത്യത്തെയാണ് നമ്മൾ IPC സെക്ഷൻ 85 പറയുന്നത്. IPC സെക്ഷൻ 88 ആക്ട് ഓഫ് ഇൻറ്റൻറ്റഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസേൺഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പേഴ്സൺസ് ബെനിഫിറ്റ്. അതാണ് IPC സെക്ഷൻ 88 പറയുന്നത്. അതായത് മരണം നടക്കുമെന്ന് ഉദ്ദേശിക്കാതെ അല്ലെങ്കിൽ മരണം നടക്കുമെന്ന് അറിയാതെ ഒരാളുടെ നന്മയ്ക്കായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യം അയാളുടെ പൂർവ്വബോധത്തോടെ പൂർവ്വസമ്മതത്തോടു കൂടി നടത്തുന്ന കൃത്യത്തെയാണ് സെക്ഷൻ 88 പറയുന്നത്. അടുത്തതായിട്ട് IPC സെക്ഷൻ 89 ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് ചൈൽഡ് ഓർ ഇൻസൈൻ പേഴ്സൺ ബൈ ഓർ ബൈ കൺസെൻറ്റ് ഓഫ് ഗാർഡിയൻ. ഗാർഡിയൻസിൻ്റെ സമ്മതത്തോടോ അല്ലെങ്കിൽ ഗാർഡിയനോ ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ചിത്തഭ്രമം ഉള്ള ആളുടെയോ ബെനഫിറ്റിനായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യത്തെയാണ് നമ്മൾ IPC സെക്ഷൻ 89 എന്ന് പറയുന്നത്. ദെൻ IPC സെക്ഷൻ 92 പ്രതിപാദിക്കുന്നത് ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെൻറ്റ്. അതായത് ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന കൃത്യത്തെയാണ് നമ്മൾ ഇവിടെ IPC സെക്ഷൻ 92 പറയുന്നത്. അതായത് സെക്ഷൻ 268 പബ്ലിക് നോയ്സൻസ് പൊതുജനശല്യത്തെയാണ് നമ്മൾ 268 പറയുന്നത്. സാധാരണ നോർമലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 268 പബ്ലിക് നോയ്സൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതായത് സെക്ഷൻ 269 നെഗ്ലിജൻറ്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസസ് ഡേഞ്ചറസ് ടു ലൈഫിന് ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസുകൾ സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്ഷന് സ്പ്രെഡ് ചെയ്യുക നമ്മൾ അത് ബോധപൂർവമല്ലാതെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിന് 269 എന്ന് പറയുന്നു. ദെൻ അടുത്തതായിട്ട് 270 പറയുന്നത് മാലിഗ്നൻറ്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസസ് ഡേഞ്ചറസ് ടു ലൈഫ്. അതായത്
അതറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്യുന്ന കുറ്റകൃത്യമാണ് ഇല്ലെങ്കിൽ കൃത്യമാണ് നമ്മൾ 270 പറയുന്നത്, ആക്ട് ഇല്ലെങ്കിൽ സെക്ഷൻ 270 പറയുന്നത്. അടുത്തായിട്ട് 277 ഫോളിംഗ് വാട്ടർ ഓഫ് പബ്ലിക് സ്പ്രിംഗ് ഓർ റിസർവോയർ. അതായത് പൊതു ഉറവകളിലോ അല്ലെങ്കിൽ റിസർവോയറുകളോ നമ്മൾ എന്ത് ചെയ്യാണ്, മലിനമാക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 277 പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പ്രതിപാദിക്കുന്നതാണ് ഒഫൻസ് അഗെയിൻസ്റ്റ് ബോഡി. 299 കൾപ്പബിൾ ഹോമിസൈഡ് ആണ് നമ്മൾ 299 പറയുന്നത്. 300 മർഡറിനെ കുറിച്ചുള്ള സെക്ഷനാണ് 300. 301 പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിങ് ഡെത്ത് ഓഫ് എ പേഴ്സൺ അതർ ദാൻ പേഴ്സൺ വു ഡെത്ത് വാസ് ഇൻറ്റൻറ്റഡ്. അതാണ് നമ്മൾ 301 പറയുന്നത്. ദെൻ അടുത്തതായിട്ട് 302 ആണ് പണിഷ്മെൻറ്റ് ഫോർ മർഡർ. ദെൻ അടുത്ത 303 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ മർഡർ ബൈ. ദെൻ അടുത്തതായിട്ട് പറയുന്നത് 360 ആണ് കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ. ദെൻ 361 പറയുന്നത് കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ്. അടുത്തത് 362 പറയുന്നത് അബ്ഡക്ഷൻ. 363 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ കിഡ്നാപ്പിംഗ്. ഇപ്പോൾ കിഡ്നാപ്പിംഗുമായി ബന്ധപ്പെട്ടാണ് 360. അതുപോലെ 361 കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻ. അതുപോലെ 362 പറയുന്ന അബ്ഡക്ഷൻ. ദെൻ മാൻ മിസ്സിംഗ് ആണ് അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ 363 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ കിഡ്നാപ്പിംഗ് ആണ്, അതിനുള്ള പണിഷ്മെൻ്റ് ആണ് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് 370 പറയുന്നത് ട്രാഫിക്കിംഗ് ഓഫ് എ പേഴ്സൺ ആണ് 370 പറയുന്നത്. അടുത്തത് 370A എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ ട്രാഫിക്കിംഗ് പേഴ്സൺ ആണ് 370A പ്രതിപാദിക്കുന്നത്. അടുത്തതായിട്ട് 375 പറയുന്നത് റേപ്പാണ്. റേപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 375 എന്ന് പറയുന്നത്. 376 പണിഷ്മെൻറ്റ് ഫോർ റേപ്പിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 376 പറയുന്നത്. അതായത് 376A പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ 376A പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ കോസിങ് ഡെത്ത് ഓർ റിസൾട്ടിങ് ഇൻ എ പെർസിസ്റ്റൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് വിക്ടിം. ഒരു വിക്ടിമിൻ്റെ ജീവശവമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ മരണത്തിനോ കാരണമായിട്ട് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 376A പറയുന്നത്. അടുത്തതായിട്ട് 376AB പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ റേപ്പ് ഓൺ എ വുമൻ അണ്ടർ 12 years ഓഫ് ഏജ്. 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ റേപ്പ് ചെയ്താൽ അതിനുള്ള പണിഷ്മെൻറ്റിനെ, വുമനെ റേപ്പ് ചെയ്താൽ അതിനുള്ള പണിഷ്മെൻറ്റിനെയാണ് ഇവിടെ പ്രതിപാദിപ്പിക്കുന്നത്. ദെൻ അടുത്ത 376B സെക്ഷൽ ഇൻ്റർകോഴ്സസ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിങ് സെപ്പറേഷൻ. അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് 376B പറയുന്നത്. അത് 376C പറയുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ പേഴ്സൺ ഇൻ അതോറിറ്റിയിലെ പേഴ്സൺസുമായിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 376C പറയുന്നത്. ദെൻ അടുത്തായിട്ട് 376D പറയുന്നത് ഗ്യാങ് റേപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ്. 376DA പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഗ്യാങ് റേപ്പ് ഓൺ എ വുമൻ അണ്ടർ 16 years ഓഫ് ഏജ്. 16 years ഏജിന് താഴെയുള്ള പെൺകുട്ടികളെ എന്താണ് ഗ്യാങ് റേപ്പ് ചെയ്യുന്നതിനെതിരെയായിട്ടുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് 376DA പറയുന്നത്. അതായത് 376DB പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഗ്യാങ് റേപ്പ് ഓൺ എ വുമൻ. നമ്മൾ 376 പറഞ്ഞു. അടുത്ത 376E പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സിന്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ഒരേ ഒഫൻസ് ചെയ്യുന്നവർക്കെതിരെയുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് 376E പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒഫൻസ് എഗെയിൻസ്റ്റ് വുമൺ ആണ് പറയുന്നത്. അതിലെ സെക്ഷൻസ് ആണ്, അത് വിശദമായിട്ട് പറയുന്നില്ല. 354 ആൻഡ് 354ൻ്റെ സബ്സെക്ഷൻ ആയിട്ടുള്ള 354A, 354B, 354C, 354D ഇത്രയും സെക്ഷൻസ്, കൂടാതെ 498 ആൻഡ് 509 ഇത്രയും സെക്ഷൻസ് പ്രതിപാദിക്കുന്നത് ഒഫൻസ് എഗെയിൻസ്റ്റ് വുമൺ ആണ്. നമ്മൾ
എന്ത് ചെയ്യാണ്, ക്രിമിനൽ ഇൻറ്റൻഷനോട് കൂടിയുള്ള പെരുമാറ്റവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും സെക്ഷൻസിൽ പറയുന്നത്. അതുപോലെ അത് കഴിഞ്ഞാൽ ഒഫൻസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടിക്ക് എതിരായിട്ടുള്ള ഒഫൻസുകളെ കുറിച്ചാണ്, തെഫ്റ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ സെക്ഷൻസ് ഏതൊക്കെയാണ്? 378, 379, 380, 381, 382 ഇത്രയും സെക്ഷൻസ് അതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്താണ് എക്സ്റ്റോർഷൻ. 383, 384, 385, 386, 387, 388, 389 ഇത്രയും സെക്ഷൻ ഈ എക്സ്റ്റോർഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് പറയുന്നത്. അതുപോലെ റോബറി ആൻഡ് ഡാക്കോയിറ്റിയുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ആണ് 390 to 411 വരെ വരുന്നത്. 390 to 411 വരെ വരുന്ന ടോപ്പിക് എന്താണ്? റോബറി ആൻഡ് ഡാക്കോയിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 ആക്ട് ആണ്. നമുക്ക് CPC എന്നെല്ലാം ഇതിൽ പറയുന്നത് നോക്കാം. സെക്ഷൻ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് ആണ് അതിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ സെക്ഷൻ 2A വരുന്നത് ബെയിലബിൾ ഒഫൻസ് ആണ്. ബെയിലബിൾ ഒഫൻസിനെ കുറിച്ചാണ് സെക്ഷൻ 2A വരുന്നത്. അതുപോലെ സെക്ഷൻ 2Cയിൽ പ്രതിപാദിക്കുന്നത് കൊഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ചാണ്. സെക്ഷൻ 2H പറയുന്നത് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ്. സെക്ഷൻ 2H പറയുന്നത് 2H പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 2I പറയുന്നത് നോൺ കൊഹിസിബിൾ ഒഫൻസിനെ കുറിച്ചാണ്. ദെൻ അതുപോലെ സെക്ഷൻ 2N പറയുന്നത് ഒഫൻസിനാണ്. ദെൻ അതുപോലെ സെക്ഷൻ 2W പറയുന്നത് സമൻസ് കേസിനെയാണ്. സമൻസ് കേസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 2W പറയുന്നത്. അതുപോലെ സെക്ഷൻ 2X പറയുന്നത് വാറന്റ് കേസസിനെ കുറിച്ചാണ്. സെക്ഷൻ 2X പറയുന്നത്. ദെൻ സെക്ഷൻ 4 പറയുന്നത് ട്രയൽ ഓഫ് ഒഫൻസ് അണ്ടർ ദി ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് അതർ ലോസ് ഇതിനെക്കുറിച്ചാണ് സെക്ഷൻ 4 പറയുന്നത്. ദെൻ അടുത്തത് അറസ്റ്റുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സെക്ഷൻ 41 ആൻഡ് 41A, 41B, 41D ഇത്രയും സെക്ഷൻസ് പറയുന്നത്. അതുപോലെ 43, 44, 46, 50, 51, 53, 54, 57 ആൻഡ് 167, 151 ഇത്രയും അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഈ സെക്ഷനിൽ. ദെൻ അത് കഴിഞ്ഞാൽ സമൻസ് ആൻഡ് വാറന്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ആണ് സെക്ഷൻ 62, 64, 66, 72, 74, 77 ഇത്രയും സെക്ഷൻസിൽ നമുക്ക് സമൻസുകളും അതുപോലെ തന്നെ വാറന്റുകളെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ദെൻ ഇൻഫർമേഷൻ ടു ദി പോലീസ് ആൻഡ് ദെയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ 154, 155, 56, 57, 60 അതുപോലെ 161, 64, 74, 177, 78, 179, 80, 81, 83 ഇത്രയും സെക്ഷൻസ് അത് പ്രതിപാദിക്കുന്നു. അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 അതിൽ പറയുന്നത് സെക്ഷൻ 1 അതിൻ്റെ ഷോർട്ട് ലൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് ദ കമൻസ്മെൻ്റ് ആണ്. ദെൻ സെക്ഷൻ 27 പറയുന്നത് ഹൗ മച്ച് ഓഫ് ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം അക്യൂസ്ഡ് മേ ബി പ്രൂവ്ഡ് ഇതിനെക്കുറിച്ചാണ് സെക്ഷൻ 27 പറയുന്നത്. സെക്ഷൻ 32 പറയുന്നത് കേസ് ഇൻ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെലവൻറ്റ് ഫാക്ട് ബൈ പേഴ്സൺ ഹൂ ഈസ് ഡെഡ് ഓർ കനോട്ട് ബി ഫൗണ്ട് എക്സെട്ര ഈസ് റെലവൻറ്റ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സെക്ഷൻ 32 പറയുന്നത്. അതായത് സെക്ഷൻ 45 പറയുന്നത് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് ആണ്. എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയനെ കുറിച്ചാണ് സെക്ഷൻ 45 പറയുന്നത്. ദെൻ നമുക്ക് അടുത്തതായിട്ട് കേരള പോലീസ് ആക്ട് ആണ്. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കേരള പോലീസ് ആക്ട് ആണ്. ദെൻ കേരള പോലീസ് ആക്ട് 2011 ഓക്കെ കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കാം. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് ഇതിനെക്കുറിച്ചാണ് 1 പറയുന്നത്. അടുത്തത് 3 പറയുന്നത് നമുക്ക് ഇതിലെ എക്സെപ്ഷൻസ് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. സെക്ഷൻ 3 പറയുന്നത് ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പോലീസിനെ കുറിച്ചാണ് സെക്ഷൻ 3 പറയുന്നത്. അതുപോലെ സെക്ഷൻ 4 പറയുന്നത് ദ ഫങ്ഷൻസ് ഓഫ് ദി പോലീസ് ആണ് സെക്ഷൻ 4 പറയുന്നത്. അതുപോലെ സെക്ഷൻ 7 പറയുന്നത് സിറ്റിസൺസ് ഹാവ് ദ റൈറ്റ് ടു എഫിഷ്യൻറ്റ് പോലീസ് സർവീസ് അതാണ് സെക്ഷൻ 7 പറയുന്നത്.
ഏതൊക്കെയാണ്? സെക്ഷൻ 1 ചർച്ച ചെയ്തു. സെക്ഷൻ 3, 4, 7 പറയുന്നത് സിറ്റിസൺ ഹാവ് ദ റൈറ്റ് ടു എഫിഷ്യൻറ്റ് പോലീസ് സർവീസ്, അതാണ് സെക്ഷൻ 7 പറയുന്നത്. സെക്ഷൻ 8 പറയുന്നത് റൈറ്റ് ഓഫ് ദി പബ്ലിക് അറ്റ് പോലീസ് സ്റ്റേഷൻ, റൈറ്റ് ഓഫ് ദി പബ്ലിക് അറ്റ് പോലീസ് സ്റ്റേഷനെ കുറിച്ചാണ് സെക്ഷൻ 8 പറയുന്നത്. ദെൻ അടുത്തതായിട്ട് സെക്ഷൻ 40 പറയുന്നത് കേരള പോലീസിനെ കുറിച്ചാണ് നമുക്ക് സെക്ഷൻ 40 പറയുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ സെക്ഷൻ 21 പറയുന്നത് സ്പെഷ്യൽ വിങ്സ്, അതുപോലെ തന്നെ യൂണിറ്റ്സ്, ബ്രാഞ്ചസ് കോഡ്, ബ്രാഞ്ച് കോഡുകളെ കുറിച്ചും അതുപോലെ സ്പെഷ്യൽ വിങ്ങുകളെ കുറിച്ചും യൂണിറ്റ്സിനെ കുറിച്ചും ഓരോ യൂണിറ്റുകൾ ഉണ്ടാവും. അതായത് ക്രൈം ബ്രാഞ്ച് ഇങ്ങനെ യൂണിറ്റുകൾ ഉണ്ടാവും, വിങ്ങുകൾ ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ സെക്ഷൻ 21 പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തതായിട്ട് സെക്ഷൻ 29 ബിഹേവിയർ ഓഫ് പോലീസ് ഓഫീസേഴ്സിനെ കുറിച്ചാണ് നമുക്ക് സെക്ഷൻ 29 പറയുന്നത്. ദെൻ അടുത്തതായിട്ട് 31 പറയുന്നത് പോലീസ് ടു കീപ്പ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ, അതാണ് 31 പറയുന്നത്. അതായത് നമ്മൾ നൽകുന്ന ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 31 എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 33 പറയുന്നത് പോലീസ് ആൻഡ് പബ്ലിക് മേ കീപ് ഓഡിയോ ഓർ വീഡിയോ ഓർ ഇലക്ട്രോണിക് റെക്കോർഡ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ സെക്ഷൻ 33 പറയുന്നത്. ദെൻ 37 പറയുന്നത് എൻട്രി ഇൻ പ്രൈവറ്റ് പ്ലേസ്, അതിനെക്കുറിച്ചുള്ള സെക്ഷൻസ് ആണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 37 പറയുന്നത്. 38 നോക്കാം. പോലീസ് ടു ഇൻ്റർഫിയർ ഫോർ പ്രിവെൻറ്റിംഗ് ഒഫൻസസ്, പോലീസ് ടു ഇൻ്റർഫിയർ ഫോർ പ്രിവെൻറ്റിംഗ് ഒഫൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ഇൻ്റർഫിയർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 38 ചർച്ച ചെയ്യുന്നത്. സെക്ഷൻ 39 പറയുന്നത് ലോഫുൾ ഡയറക്ഷൻ ഓഫ് എ പോലീസ് ടു ബി കംപ്ലൈൻറ്റ് വിത്ത്, ഇതാണ് സെക്ഷൻ 39 പറയുന്നത്. ദെൻ 57 പറയുന്നത് 39 കഴിഞ്ഞാൽ നമുക്ക് 57 കുറിച്ചാണ് പിന്നെ പഠിക്കാനുള്ളത്. പോലീസ് ടു അറ്റംപ്റ്റ് ടു ലൊക്കേറ്റ് മിസ്സിംഗ് പേഴ്സൺ, അതിനെക്കുറിച്ചാണ് 57 പറയുന്നത്. ദെൻ 61 പോലീസ് ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ട്രാഫിക്, അതിനെക്കുറിച്ചാണ് 61 പറയുന്നത്. ദെൻ 64 പറയുന്നത് കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ് 64 പറയുന്നത്. 64 പറയുന്നത് കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ചാണ്. ദെൻ 69 പറയുന്നത് ആക്ഷൻ ഓൺ ദ ഒക്കേഷൻ ഓഫ് ഫയർ ആൻഡ് ഡിസാസ്റ്റർ ഓർ ആക്സിഡൻറ്റ്, ഇതിനെക്കുറിച്ചാണ് 69 നമുക്ക് പ്രതിപാദിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് 119 നമുക്ക് പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് വുമനെതിരെയുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പറയുന്നത്. ദെൻ 120 പറയുന്നത് പെനാൽറ്റി ഫോർ കോസിങ് നോയ്സൻസ് ആൻഡ് വയലേഷൻ ഓഫ് പബ്ലിക് ഓർഡർ ആണ്, അതിനെക്കുറിച്ചാണ് 120 സെക്ഷൻ 120 പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 കുറിച്ചാണ്. അല്ലെ, ചാപ്റ്റർ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റിനെ കുറിച്ചാണ് ഫസ്റ്റ് സെക്ഷൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് പറയുന്നത് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പ്രതിപാദിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ സെക്ഷൻ 25 പണിഷ്മെൻറ്റ് ഫോർ അലോയിങ് പ്രിമൈസസ് എക്സെട്ര ടു ബി യൂസ്ഡ് ഫോർ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് ആണ്, അതാണ് അടുത്ത സെക്ഷനിൽ 25 പറയുന്നത്. ദെൻ സെക്ഷൻ 27 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ കൺസെപ്ഷൻ ഓഫ് എ നാർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിനെ കുറിച്ചാണ്, ഇതിൻ്റെ കൺസെപ്ഷനെ കുറിച്ചാണ് സെക്ഷൻ 27 പ്രതിപാദിക്കുന്നത്. ദെൻ സെക്ഷൻ 28 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഒഫൻസ്, അതിനെക്കുറിച്ചാണ് സെക്ഷൻ 28 പറയുന്നത്. സെക്ഷൻ 31A പറയുന്നത് ഡെത്ത് പെനാൽറ്റി ഫോർ സെർട്ടൈൻ ഒഫൻസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ, ഇതിനെക്കുറിച്ചാണ് സെക്ഷൻ 31A പറയുന്നത്. ദെൻ സെക്ഷൻ 37 പറയുന്നത് ഒഫൻസസ് ടു ബി കൊഗ്നിസിബിൾ ആൻഡ് നോൺ ബെയിലബിളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, 37 പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് അടുത്ത ചാപ്റ്ററിൽ പറയുന്നത് ഫോർഫീച്ചർ ഓഫ് എ ഇല്ലീഗലി അക്വയർഡ് പ്രോപ്പർട്ടി, അതിനെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ പറയുന്നത്. ദെൻ അതിൽ സെക്ഷൻ 68F പറയുന്നത് സീസർ ഓഫ് ഫ്രീസിങ് ഓഫ് ഇല്ലീഗലി അക്വയർഡ് പ്രോപ്പർട്ടീനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദെൻ അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്
ദ പ്രൊട്ടക്ഷൻ ഓഫ് എ ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 ആണ്. 2012 കുട്ടികൾക്കെതിരായിട്ടുള്ള സെക്ഷൽ ഒഫൻസിനെതിരായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് സെക്ഷൻ 1 പറയുന്നത് അതിൻ്റെ ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റിനെ കുറിച്ചാണ്. ദെൻ സെക്ഷൻ 3 പറയുന്നത് പെനട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് ആണ് സെക്ഷൻ 3 പറയുന്നത്. സെക്ഷൻ 3 പറയുന്നത് പെനട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് ആണ്. ദെൻ സെക്ഷൻ 4 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ പെനട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് ആണ് ഇത് പറയുന്നത്, സെക്ഷൻ 4 പറയുന്നത്. ദെൻ അടുത്തതായിട്ട് സെക്ഷൻ 7 പറയുന്നത് സെക്ഷൽ അസൾട്ട് ആണ്, സെക്ഷൽ അസൾട്ട് ആണ് അടുത്തായിട്ട് പറയുന്നത്. ദെൻ സെക്ഷൻ 8 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ സെക്ഷൽ അസൾട്ട് ആണ് സെക്ഷൻ 8 പറയുന്നത്. ദെൻ സെക്ഷൻ 11 പറയുന്നത് സെക്ഷൽ ഹറാസ്മെൻറ്റിനെ കുറിച്ചാണ്. സെക്ഷൻ 11 പറയുന്നത് സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ്. ദെൻ സെക്ഷൻ 12 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ്. അതായത് സെക്ഷൽ ഹറാസ്മെൻറ്റിനെതിരായിട്ടുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 12 പറയുന്നത്. ദെൻ സെക്ഷൻ 16 പറയുന്നത് അബറ്റ്മെൻറ്റ് ഓഫ് ആൻ ഒഫൻസ് ആണ് അടുത്ത് പറയുന്നത്. അബറ്റ്മെൻറ്റ് ഓഫ് ഒഫൻസ് ആണ് ഇവിടെ സെക്ഷൻ 16 പറയുന്നത്. ദെൻ 16 കഴിഞ്ഞാൽ സെക്ഷൻ 22 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഫാൾസ് കംപ്ലൈൻറ്റ് ഓർ ഫാൾസ് ഇൻഫർമേഷനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 22 പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ ഫാൾസ് കംപ്ലൈൻറ്റ് ആൻഡ് ഓർ ഫാൾസ് ഇൻഫർമേഷനാണ്. ദെൻ സെക്ഷൻ 23 പറയുന്നത് പ്രൊസീജിയർ ഫോർ മീഡിയ ആണ് സെക്ഷൻ 23 പറയുന്നത്. ദെൻ അടുത്തതായിട്ട് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, ഇതിലെ സെക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫയർമാനുമായി ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഇതേ സെക്ഷൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. സെക്ഷൻ 43 പറയുന്നത് പെനാലിറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 43 പറയുന്നത്. സെക്ഷൻ 43A പറയുന്നത് കോമ്പൻസേഷൻ ഫോർ ഫെയിലിയർ ടു പ്രൊട്ടക്റ്റ് ഡാറ്റ. നമ്മൾ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഫെയിലിയർ ആയാൽ അതിനുള്ള കോമ്പൻസേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 43A പറയുന്നത്. ദെൻ സെക്ഷൻ 65 പറയുന്നത് ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 65 പറയുന്നത്. ദെൻ സെക്ഷൻ 66 വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 66 എന്ന് പറയുന്നത്. അതിൻ്റെ സബ് സെക്ഷൻസ് ആയിട്ടുള്ള 66B, C, D, E, F വരെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ 6ഓളം സെക്ഷൻസ് സെക്ഷൻ 66മായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് സെക്ഷൻ 66 നോക്കാം. കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസിനെ കുറിച്ചാണ് നമ്മൾ സെക്ഷൻ 66 പറയുന്നത്. ദെൻ അടുത്തതായിട്ട് സെക്ഷൻ 66B പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഡിസോണസ്റ്റ്ലി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ സെക്ഷൻ 66B പറയുന്നത്. ദെൻ സെക്ഷൻ 66C പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഐഡൻറ്റിറ്റി തെഫ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെക്ഷൻ 66C എന്ന് പറയുന്നത്. സെക്ഷൻ 66D പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സണലൈസേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് സെക്ഷൻ 66D പറയുന്നത്. ദെൻ അടുത്ത സെക്ഷൻ 66E പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി, അതാണ് സെക്ഷൻ 66E പറയുന്നത്. ദെൻ 66F പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് ഇവിടെ സെക്ഷൻ. അതിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 66F എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 67 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സെൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം, അതാണ് അടുത്തായിട്ട് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് സെക്ഷൻ 67A പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷലി എക്സ്പ്ലിറ്റ് ആക്ട് എക്സെട്ര ഇൻ ഇലക്ട്രോണിക് ഫോം. ഇതാണ് 67A പറയുന്നത്. ദെൻ അടുത്തതായിട്ട് 67B പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ ഡീപിക്റ്റിംഗ് ചിൽഡ്രൻ ഇൻ സെക്ഷലി എക്സ്പ്ലിറ്റ് ആക്ട് എക്സെട്ര ഇൻ ഇലക്ട്രോണിക് ഫോമാണ്. അതാണ് സെക്ഷൻ 67B പറയുന്നത്. ദെൻ സെക്ഷൻ 72 പറയുന്നത് പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി
ആൻഡ് പ്രൈവസി. അതാണ് സെക്ഷൻ 72 പറയുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ സെക്ഷൻ 77B പറയുന്നത് ഒഫൻസ് വിത്ത് 3 year ഇംപ്രിസോൺമെൻറ്റ് ടു ബി ബെയിലബിൾ ആണ്. ഇതിനെക്കുറിച്ചാണ് സെക്ഷൻ 77B പറയുന്നത്. ലാസ്റ്റ് ടോപ്പിക്കാണ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RTA ആക്ട് 2005. ഇതിൽ സെക്ഷൻ 2F പറയുന്നത് ഇൻഫർമേഷനെ കുറിച്ചാണ് 2F പറയുന്നത്. ദെൻ അടുത്തതായിട്ട് സെക്ഷൻ 8 പറയുന്നത് എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷനെ കുറിച്ചാണ് സെക്ഷൻ 8 പറയുന്നത്. ദെൻ അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് സെക്ഷൻ 9 പറയുന്നത് ഗ്രൗണ്ട്സ് ഫോർ റിജക്ഷൻ ടു ആക്സസ് ഇൻ സെർട്ടൈൻ കേസസ്. ഇതാണ് സെക്ഷൻ 9 പറയുന്നത്. ദെൻ സെക്ഷൻ 11 പറയുന്നത് തേർഡ് പാർട്ടി ഇൻഫർമേഷനെയാണ്. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഉദ്യോഗാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു സെക്ഷൻസ് നന്നായി പ്രിപ്പയർ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ ചില സെക്ഷൻസുകൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സെക്ഷൻസുകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ സെക്ഷൻസുകളും കൂടി ഫർദർ ഇൻഫർമേഷനായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തി റെഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും സെക്ഷൻസാണ് നമുക്ക് ഇതിലുള്ളത്. ഓക്കെ.